ഇന്ന് രാവിലെ ആരെയാണാവോ കണിയണ്ടേ എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസമല്ലേ? എനിക്ക് ആ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇതൊരു 100 പീസ് പേസ്ട്രീസ് കൊടുക്കാനുണ്ടായിരുന്നു. ഇതിന്റെ കൂടെ ഒരു 1 kg കേക്കും. അപ്പോൾ പേസ്ട്രീസിന്റെ ടോപ്പിലായിട്ട് നമ്മൾ ഫ്രഷ് സ്ട്രോബെറി വെക്കാനായിരുന്നു ക്ലയന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ ഷോപ്പിൽ പറഞ്ഞു വെച്ച് രാവിലെ ഓട്ടോക്കാരൻ ചേട്ടന് പറഞ്ഞു വെച്ചപ്പോൾ കടക്കാരൻ പറയുന്നത് സ്റ്റോക്ക് വന്നില്ലെന്നാണ്. അവിടെ പെട്ടു. ആദ്യത്തെ പടി അവിടെ നിന്ന് തുടങ്ങിയതായിരുന്നു. പിന്നെ കിട്ടിയ ഒരു പാക്കറ്റ് സ്ട്രോബെറി വെച്ച് ഞാൻ 100 പീസ് കേക്കിലും വെച്ച് സെറ്റാക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ടോൾ കേക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ വരുന്ന അടുത്ത രണ്ടാമത്തെ ഒരു പണി. കേക്കിൽ വെക്കാനുള്ള ഉണ്ടായിരുന്ന ഒരു പ്രിന്റിൽ സൂപ്പർ റെഡ് കളർ സ്പ്രെഡായി. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഒരു എക്സ്ട്രാ ഒരു പ്രിന്റ് കൂടെ എടുത്ത് വെച്ചിരുന്നതുകൊണ്ട് അത് വെച്ച് അങ്ങ് സെറ്റ് ചെയ്തു. അതിനുശേഷം ഇതിൽ വെക്കാനുണ്ടായിരുന്ന നെയിം കസ്റ്റമൈസ്ഡ് നെയിമായിരുന്നു. അത് ഷോപ്പിൽ നിന്ന് സാധനം കൊണ്ടുവന്നപ്പോൾ അവർ വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഷോപ്പിൽ വിളിച്ച് പറഞ്ഞു. അവർ പിന്നെ അത് ഒരു 1 hourൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നു. ഈ ഒരു കേക്ക് നമുക്ക് ഹോം ഡെലിവറി ആയിരുന്നു. സാധാരണ ഞാൻ അങ്ങനെ ഹോം ഡെലിവറി ചെയ്യാറില്ല. അപ്പോൾ അവർക്ക് വന്ന് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും പിന്നെ ഓട്ടോ ചാർജ് തരാമെന്ന് പറഞ്ഞതുകൊണ്ടും ഞാൻ കൊണ്ട് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. കാരണം ഇതിപ്പോൾ ഒരു 1 kg കേക്ക് ആയിരുന്നെങ്കിൽ ഓട്ടോയിൽ കൊടുത്തേക്കുമായിരുന്നു. പിന്നെ ലൊക്കേഷനൊക്കെ കാണിച്ചു കൊടുക്കണം. ഓട്ടോക്കാരൻ ചേട്ടനത് അറിയത്തില്ല. പിന്നെ ഞാനും മോളും കൂടെയാണ് കേട്ടോ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോയത്. പിന്നെ കേക്കും കൊടുത്തിട്ട് നമ്മൾ രാവിലെ ഒന്നും കഴിക്കാതെയുള്ള ഒരു ഓട്ടോ ആയിരുന്നു. പിന്നെ ഒരു ചായയും വെളയൊക്കെ കഴിച്ചിട്ട് കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയത്.